പാകിസ്ഥാനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് ഇന്ത്യ. കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവന്ന ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്യാസിന്റെ വീഡിയോയെ അടിസ്ഥാനമാക്കി പാകിസ്ഥാന്റെ ഭീകരത നിറഞ്ഞ മുഖം ഒരിക്കൽ കൂടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. മാത്രമല്ല, ഭീകരവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഭരണകൂടവും ഭീകരന്മാരും തമ്മിൽ അവിശുദ്ധമായ ബന്ധമാണ് പുലർത്തുന്നത്. ഭീകരരും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലോകത്തിന് നന്നായി അറിയാം. പാകിസ്ഥാനിലെ ഭീകരവാദത്തെക്കുറിച്ച് ലോകം ബോധവാന്മാരാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഓരോരുത്തരും പോരാടേണ്ടതുണ്ട് എന്നും ഭീകരതയെ നേരിടാനുള്ള ശ്രമങ്ങൾ ശക്തമാണ് എന്ന് ലോകത്തോട് അഭ്യർത്ഥിക്കുന്നതായി വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അജ്ഞാതന്മാരെ ഇനിയും പേടിക്കേണ്ടതുണ്ട് എന്ന് തന്നെ ഈ ഭീകരന്മാർക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യ നൽകുന്നത്. ഇന്ത്യയെ പ്രകോപിച്ചുകൊണ്ട് മറ്റൊരു ആക്രമണത്തിനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമം നടത്തുന്നത്. സ്വന്തം ജനത കൊടും പട്ടിണിയിലും വെള്ളപ്പൊക്കത്തിന്റെ ദുരന്തത്തിൽ നിന്നും കയ്യും കാലുമിട്ട് അടിക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ തിരിച്ചടിയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ അത് പുനർനിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് ഭീകരന്മാർ. അതിനായി തന്നെ വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ കോടികളാണ് പിരിച്ചെടുക്കുന്നത്. മാത്രമല്ല, വീണ്ടും യുവാക്കളോട് തീവ്രവാദം പഠിക്കുന്നതിനുള്ള പ്രോത്സാഹനവും നൽകി വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജെയ്ഷെ ഭീകരന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ ജനവികാരം ആളിക്കത്തുകയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, അജ്ഞാതനിറങ്ങണം. ഈ കൊടും ഭീകരന്മാരുടെ, അതായത് വായിൽ നിന്നും ഇന്ത്യക്ക് നേരെ വിഷം ചീറ്റുന്ന ഭീകരന്മാരെ ഒരു നിമിഷം പോലും ഭൂമിക്ക് മുകളിൽ വെക്കാതെ തന്നെ തീർത്തു കളയണമെന്ന് ഓരോ ഉപഭോക്താക്കളും ഇപ്പോൾ ഭാരതത്തിന് വേണ്ടി, അതായത് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യം നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിൽ ഭൂകമ്പം വന്നതുപോലെ തന്നെ എല്ലാം നശിച്ചു എന്നവർ തന്നെ സമ്മതിക്കുന്നതായി ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ തിരിച്ചടിയുടെ കാഠിന്യം അത് അളക്കാൻ സാധിക്കുന്നത് എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പൊതുസമ്മേളനത്തിൽ ഈ ഭീകരൻ വിളിച്ചുകൂവിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കാശ്മീരിൽ നടന്ന പൊതുപരിപാടിയിൽ വെച്ചുകൊണ്ട് മസൂദ് അസറും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടെന്ന സ്ഥിരീകരണം നടത്തുകയാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡറായ മസൂദ് ഇല്യാസ് നടത്തിയത്. ഭീകരനായി തന്നെ, അല്ലെങ്കിൽ ഭീകരന്മാരായി നിന്ന് ഞങ്ങൾ പാകിസ്ഥാന് വേണ്ടി പൊരുതിയെന്നും എന്നാൽ ഇന്ത്യൻ സൈന്യം നമ്മുടെ മൗലാന മസൂദിന്റെ കുടുംബം കീറിമുറിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹം അലറി കരഞ്ഞുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡറായ മസൂദ് ഇല്യാസ് ഇക്കാര്യങ്ങൾ മൈക്കിലൂടെ വിളിച്ചു കൂവുന്നത്. പാകിസ്ഥാന്റെ അതിരുകൾ കാത്ത ഭീകരന്മാരായ ഞങ്ങളുടെ നേതാവ് മൗലാന മസൂദിന്റെ കുടുംബം ഇന്ത്യൻ സൈന്യം കീറിമുറിക്കുകയാണ് ഉണ്ടായത്. ഇത് സഹിക്കാനാകുന്നതല്ല എന്നാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡറായ മസൂദ് ഇല്യാസ് ഈ പ്രസംഗത്തിലൂടെ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തു വന്ന വീഡിയോയിൽ വിളിച്ചു കൂവുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.